ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് എവിടെയുമായിക്കോട്ടെ, ഹോസ്പിറ്റലായിരിക്കാം, വാടക വീട്ടിലായിരിക്കാം, ജോലി മേഖലയിലായിരിക്കാം, രോഗക്കിടക്കയിലായിരിക്കാം, ബെഡ്റൂമിലായിരിക്കാം, ഡൈനിങ് റൂമിലായിരിക്കാം, കിച്ചണിലായിരിക്കാം, വഴിയിലായിരിക്കാം, തെരുവിലായിരിക്കാം, പട്ടണത്തിലായിരിക്കാം, വാഹനത്തിൽ, കരമാർഗത്തിലോ വായുമാർഗത്തിലോ, സമുദ്രമാർഗത്തിലോ ആയിരിക്കാം. എവിടെയായിരുന്നാലും ഇന്ന് രാത്രി മാറാത്ത വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഈ മാസം കടന്നു പോകുന്ന ചില മണിക്കൂറുകൾ, മിനിറ്റുകൾ അതേ ഉള്ളപ്പോൾ ഞാൻ ആത്മാവിൽ പറയുകയാണ്, പുതുമാസത്തിൽ, പുതുവർഷത്തിന്റെ മാസത്തിലേക്ക് കാലെടുത്തുവാൻ പോകുന്നത് ആരാധിക്കുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ ജനത്തെ ആരാധിപ്പാനായി വിട്ടയക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, അനുഭവിപ്പാൻ ഇടയാകുന്നത്. നമുക്കറിയാം, കാരാഗ്രഹത്തിനകത്ത് കിടന്ന പൗലോസും ശീലാസും അർദ്ധരാത്രി ശരീരത്തിന്റെ വേദനയെ മറന്ന് ഹൃദയത്തിന്റെ അകത്തെ ഭാരത്തെ മാറ്റിവെച്ച് അവർ പാടി തുടങ്ങിയപ്പോൾ, അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, അവർ ആരാധിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അതേ തകരുവാൻ തക്കവണ്ണം ഇടയായി. അവരായിരുന്ന കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളകുവാൻ ഇടയായി.